എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. നാട്ടിലൊക്കെ ഭയങ്കര ചൂടാന്ന് തോന്നുന്നല്ലേ? നമ്മുടെ ഇവിടെ ബോംബെയിൽ വലിയ ചൂടൊന്നുമില്ല. ഉച്ച കഴിയുമ്പോഴത്തേനൊക്കെ ഒരു നല്ല ഒരു ക്ലൈമറ്റ് ആണ്. അങ്ങനെ പോകുന്നു. ഇപ്പോൾ വൈകുന്നേരമായി സമയം. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അങ്ങനെ അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നമ്മുടെ കടലാസ് ചെടികളുണ്ട്, പിന്നെ നമ്മുടെ കണ്ണാടി ചെടിയുണ്ട്, പിന്നെ മുല്ലയുണ്ട്, റോസയുണ്ട്, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചെടികളുടെ അടുത്തൊക്കെ ഇരുന്നപ്പോഴത്തേന് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി, ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഗുഡിപ്പടുവയാണ്. ഗുഡിപ്പടുവ എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷു ഇല്ലേ, അതേ കണക്കുള്ളതാണ്. ഇവരുടെ മഹാരാഷ്ട്രക്കാരുടെ ന്യൂ ഇയർ ആണ് ഗുഡിപ്പടുവ. അപ്പോൾ എല്ലാവരും അവരവരുടെ അമ്മായിക്കല്ല, അതായത് അമ്മയുടെ വീട്ടിലൊക്കെ പോയി എല്ലാവരും വീടുകളിലൊക്കെ പൂജയും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആദ്യം ആരും വെളിയിലോട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ച് നേരം വർത്താനം പറയാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് അറിയാമോ, ഞാൻ യൂട്യൂബ് നേരത്തെ തൊട്ടേ കാണുമായിരുന്നു. യൂട്യൂബിൽ വീഡിയോകളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുമല്ലോ, അതുകൊണ്ടാണല്ലോ എൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറേ നാൾ കൊണ്ടേ കാണുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നേ. അതായത് മല്ലു ഫാമിലി, ഞാൻ ഇവിടെ കൊടുക്കാം പിക്ചർ. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ആളിനെ കാണുമ്പോഴത്തേനും മനസ്സിലാവും. അവരെ ഞാൻ ഏതാണ്ട് അവരുടെ സ്റ്റാർട്ടിങ് തൊട്ടേ അവരുടെ വീഡിയോകളൊക്കെ കാണുമായിരുന്നു. അവർ വളരെ പാവങ്ങളായിരുന്നു. അപ്പോൾ വളരെ ഞാനും വിചാരിച്ചു, ഞാനും സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു, ലൈക്ക് ചെയ്യുമായിരുന്നു, കമൻറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ ഇത് കാണുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെ കൊണ്ടുവക്കുന്ന സഹായം അതൊക്കെ അല്ലേ പറ്റൂ. അപ്പോൾ ഞാനത് കാണുമായിരുന്നു. അവർ ചെറുതിലേ തൊട്ടേ അതായത് അവർ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ടേ, ടിക്ടോക്ക് കഴിഞ്ഞിട്ട് അവർ യൂട്യൂബിൽ കൊറോണ സമയത്ത് ആ വീഡിയോ ഇട്ട് തുടങ്ങി. ആ സമയം തൊട്ടേ അവരെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണുമായിരുന്നു. ഒരെണ്ണം പോലും ഇടാതെ ഞാൻ കാണുമായിരുന്നു. അവരുടെ പിന്നെ സുജിൻ, പിന്നെ കുഞ്ചൂസ്, അവരുടെയൊക്കെ വീഡിയോസ് എല്ലാം കാണുമായിരുന്നു. അപ്പോൾ പൊന്നൂസ്, കുഞ്ചൂസ്, അപ്പോൾ കുഞ്ചൂസിൻ്റെ കല്യാണമൊക്കെ ഞാൻ കാണുമായിരുന്നു. അതൊക്കെ കണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അവരെ. അങ്ങനെ വന്ന് ഇപ്പോൾ കുറച്ചായിട്ട് അവരുടെ വീഡിയോകളൊന്നും കാണാറില്ല. എന്താണെന്ന് വെച്ചാൽ എന്താണെന്നോ എന്തോ മനുഷ്യർക്ക് ഇങ്ങനെയെന്ന് അറിയാൻ വയ്യ. അവർക്ക് ആദ്യം പൈസയൊന്നും ഇല്ലായിരുന്നു, ഇപ്പം നല്ല പൈസയൊക്കെ ആയി. ഒരുപാട് വണ്ടികളൊക്കെ മേടിക്കുന്നു, അത് മേടിക്കുന്നു, ഇത് മേടിക്കുന്നു, അതൊക്കെ നല്ല കാര്യം തന്നെ. അപ്പോൾ പക്ഷേ വന്ന വഴി ആരും മറക്കരുത്. അപ്പോൾ പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങി. അതായത് നമ്മളെ കണക്കുള്ള, നമ്മൾ അവരുടെ വീഡിയോകൾ കാണുന്ന ഞാനും അവരുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബർ ആയിട്ടുള്ള നമ്മളെയൊക്കെ അവർ പറ്റിക്കാൻ തുടങ്ങി. നമ്മളെയൊക്കെ ഒരുതരം പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഓരോ പ്രവൃത്തികൾ. കുറേ നാൾ മുന്നേ ഞാൻ എന്നോട്ടാ വീഡിയോയിൽ കാണാതെ തുടങ്ങിയതെന്ന് അറിയാമോ, അവരുടെ അതായത് സുജിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ കുറേ ആഡംബരവും ആർഭാടവും കുറച്ച് പൊങ്ങച്ചവും ഒക്കെ കാണിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ ഒരു ബൈക്ക് മേടിച്ചതിൻ്റെ 12 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് മേടിച്ചതിൻ്റെയൊക്കെ ഒരു കഥയുണ്ടായിരുന്നു. ആ സമയം തൊട്ടൊക്കെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു, വ്യൂസൊക്കെ കുറഞ്ഞു. ആ സമയത്ത് ഇവരെന്താ ചെയ്തതെന്നറിയോ, വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഭാര്യയ്ക്ക് അവിഹിതമെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട്. ആരെങ്കിലും ചെയ്യുന്ന പണികളാണോ? നല്ല ആൾക്കാർ ആരെങ്കിലും ചെയ്യുന്ന പണികളാണോ? അതുകൊണ്ട് ഞാൻ അവളെ കളയാൻ പോവുകയാണ്, അവൾക്ക് വേറൊരാളുമായിട്ട് അഫെയറുണ്ടെന്ന് പറഞ്ഞ് വൃത്തികെട്ട ഒരു സുജിൻ്റെ അത് വ്യൂസിന് വേണ്ടിയിട്ടായിരുന്നു. അത് എന്നിട്ട് ഈ റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യുന്നവരെല്ലാവരും അതൊക്കെ എടുത്തിട്ട് റിയാക്ഷനൊക്കെ ചെയ്ത് അവർക്ക് നല്ല വ്യൂസായി. എന്നിട്ട് പിന്നീട് അവർ ഒരുമിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ പിരിയാൻ പോകുകയെന്ന് പറഞ്ഞ് പിന്നീട് അവർ ഒരുമിച്ചു. ആ സമയം തൊട്ട് പിന്നെ ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും കാണത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കണക്കൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ, പാവങ്ങളാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നീങ്ങുന്നപ്പോൾ അവർക്ക് പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ചീറ്റിങ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുവിധം പൊട്ടരാക്കിക്കൊണ്ട് അവർ കള്ളത്തരം കാണിക്കുക. വെറും ഫ്രോഡ് ഫാമിലി. ഇത്രയും ഫ്രോഡായിട്ടുള്ളൊരു ഫാമിലി. അപ്പോൾ അതുകൊണ്ട് അന്നോട്ടേ കാണാറില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ റിയാക്ഷൻ വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുഞ്ചൂസുമായിട്ട് ഡൈവേഴ്സ് ആവാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അവളുടെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേന് പറയും ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യാൻ പോകുമെന്ന്. അവളുടെ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ രണ്ടും ഭാര്യയും ഭർത്താവും. അപ്പോൾ അവർക്ക് വ്യൂസ് ഒന്നും ഇല്ല, ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് അവരും എന്താ പറയുന്നത്, ഞാൻ കുഞ്ചൂസിനെ ഡൈവേഴ്സ് ചെയ്യാൻ പോകണം. അപ്പോൾ അവൾ കുറേ ഷോക്കായിട്ടുള്ള കുറേ മ്യൂസിക്കും കുറേ ഇതും കൊച്ചിൻ്റെ കേക്ക് കട്ടിന് അവൾ വന്നില്ല. അപ്പോൾ അവൻ സുജിൻ കുറച്ച് അവർക്കൊന്നും ഒരു ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. അത്രയ്ക്ക് വൃത്തികെട്ട ആൾക്കാരാണ്. ഞാൻ വെറുത്തു അവരെന്ന്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. കാരണം എനിക്ക് കുഞ്ഞിലെ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്, എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ അവർക്കും അച്ഛനില്ലാതെ അമ്മ 2 മക്കളെ, എൻ്റെ ഒരു കൊച്ചിലേക്കുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ട് അതേ കണക്കൊക്കെ ആയിരുന്നു അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ടാണ് എനിക്ക് അവരോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയത്. അപ്പോൾ പിന്നെ ഇപ്പോൾ അവർ എത്ര വൃത്തികെട്ട ഫാമിലിയെ വെറുത്തു. ഞാൻ വെറുത്തു. ട്രെയിൻ പോകുന്നു, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഡൈവേഴ്സ് ആവാൻ പോവാണ്. അവളുടെ അമ്മയുടെ വീട്ടിൽ പോകുന്നതിന് എന്തിനാ ഡൈവേഴ്സ് ആവാൻ പോകുന്നത് കണ്ട് അവനും കൂടെ അവളിപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ജ്വല്ലറിയിലൊക്കെ. ആ ജ്വല്ലറിയുടെ ബിസിനസ് ആൾക്കാരെ എല്ലാം അറിയിച്ച് തഴച്ച് കൊഴുത്ത് വളരാൻ വേണ്ടിയിട്ട് മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നുണ്ട്. ഉളുപ്പുണ്ടോ മനുഷ്യരെ? എന്ത് മനുഷ്യരാ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ? അന്ന് തൊട്ട് വളരെ വെറുത്തു ആ ഫാമിലി. നിങ്ങൾക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇപ്പോൾ വീണ്ടും പിന്നെ അവളുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് അവൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ പറഞ്ഞു ഞങ്ങൾ ഇനി വീണ്ടും ഒരുമിക്കാൻ പോവുകയാണ്. പൊന്നൂസ് ഞങ്ങളെ ഒരുമിപ്പിച്ചു. ആങ്ങളെയും കൊള്ളാം, പെങ്ങളും കൊള്ളാം, ഭാര്യയും കൊള്ളാം, അമ്മയും കൊള്ളാം, എല്ലാവരും ഒരു ടൈപ്പ് ഒരു ഫ്രോഡ് ആൾക്കാരും.
ആ അതങ്ങനെ. അതുകൊണ്ട് അവരെ വെറുത്തു. അവരുടെ വീഡിയോ ഞാൻ കാണാറേ ഇല്ല ഇപ്പം. എനിക്ക് ഇഷ്ടമേ അല്ല. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോക്കാർ പറയുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരാളാണ് നമ്മുടെ ആരാ രേണുസുതി. ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ. ഇൻസ്റ്റഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും എല്ലാം ഇപ്പൊ രേണുസുതി അല്ലേ. അതും ഇത് കണക്ക് ഒരു ഫ്രോഡായിട്ടുള്ള ഒരു പെണ്ണാണ്. ആ പെണ്ണും ഈ സുതി മരിച്ചതിന് ശേഷം വളരെ കഷ്ടം തോന്നി, വളരെ പാവം തോന്നിയായിരുന്നു. അവള് വന്ന് കരഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയും മറ്റേ ലക്ഷ്മി ഉണ്ടല്ലോ, അവൾക്ക് കുറച്ച് പെർഫ്യൂം ഉണ്ടായിക്കൊണ്ട് കൊടുക്കും. അതൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിരുന്നു. അവളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം അവർക്കും പൈസ ആയി കഴിഞ്ഞപ്പം എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, ഇത്രയും ഫ്രോഡായിട്ടുള്ളത്. ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, എന്താ സബ്സ്ക്രിപ്ഷനിൽ. എന്തൊക്കെ വൃത്തികേട. അത് ഞാൻ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാമേ, അപ്പം നിങ്ങൾക്ക് കാണാത്തവർക്കൊക്കെ മനസ്സിലാവും എന്ത് വൃത്തികെട്ട ആൾക്കാരാ. നമ്മളൊക്കെ അവരൊക്കെ ഈ പാവങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും അയ്യോ പാവങ്ങളല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ അവരുടെ വീഡിയോകളൊക്കെ കാണും, സബ്സ്ക്രൈബൊക്കെ ചെയ്യും, ലൈക്കൊക്കെ ചെയ്യും. കുറച്ച് പൈസയൊക്കെ ആയി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവം അങ്ങ് മാറും. എന്താ മനുഷ്യരൊക്കെ ഇങ്ങനെ? നമ്മളൊക്കെ അന്നുണ്ടെങ്കിൽ അന്നും ഇന്നും എന്നും ഒരേ കണക്കാണ്, നമുക്കൊന്നും ഒരു മാറ്റവും ഇല്ല. പൈസ ഉണ്ടായാലും പൈസ ഇല്ലേലും എല്ലാം ഒരേ കണക്ക് തന്നെ. പക്ഷേ ഈ മനുഷ്യരൊക്കെ എന്താ, ഇവർക്ക് എന്താ ഇങ്ങനെ ഇപ്പോൾ സ്വയമായിട്ട് ഞാൻ വളരെ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാട്ടമാണ് സോഷ്യൽ മീഡിയയിൽ. എന്താ സോഷ്യൽ മീഡിയ തുറക്കാനേ വയ്യ. ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇവരുടെയൊക്കെ അഴിഞ്ഞാട്ടങ്ങളാണ് കാണുന്നത്. എന്താ ഇതൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഷെയർ ചെയ്യാം. ഒരു മല്ലു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു മല്ലു ഫാമിലി ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പം. അവരുടെ വലിയ വീഡിയോസ് ഒന്നും കാണാറില്ല. അവൻ വലിയ പൈസക്കാരനായ അവൻ ബിസിനസ്, അവൻ്റെ ഭാര്യയ്ക്ക് ബിസിനസ്, അവൻ്റെ പെങ്ങൾക്ക് ബിസിനസ്, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് അവൻ പിന്നെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പം രേണുസുതി അവളും അതേ കണക്ക് തന്നെ ഗൾഫിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഉദ്ഘാടനത്തിന് പോകുന്നു, വീഡിയോസ് എടുക്കുന്നു. ഒന്നും പറയണ്ട എൻ്റെ പൊന്നേ. അപ്പം ഇത് രണ്ടുപേരുടെയും കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. ഞാൻ എൻ്റെ